പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ NDRFിൻ്റെയും നേവിയുടെയും സംഘം ഇന്നലെ സോണാർ റഡാർ സിഗ്നലുകൾ കണ്ട സ്ഥലം കേന്ദ്രമാക്കി തന്നെയാണ് പോകുന്നത്. സ്കൂബ സംഘം തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. AK അഭിലാഷിലേക്ക്. AK അഭിലാഷ്, നമ്മൾ 8 മണി കഴിയുമ്പോൾ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്. 9 മണിയോട് കൂടി എന്നാണ് ഇന്നലെ ലഭിച്ചതെങ്കിലും അതിനു മുൻപ് തന്നെ നേവി സംഘം എത്തിയിട്ടുണ്ട്. കാലാവസ്ഥ എങ്ങനെയാണ്? NDRFും നേവിയുടെ സംഘവും തിരച്ചിൽ നടത്തുന്നു. ഇപ്പോൾ 2-3 റെസ്ക്യൂ ബോട്ടുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അല്ലേ? ഇപ്പോൾ എത്ര ബോട്ടുകൾ നമുക്ക് കാണാം? പുഴയിലെ തെരച്ചിൽ ഊർജിതമായി ആരംഭിച്ചോ? തീർച്ചയായിട്ടും അരുൺ, തീർച്ചയായിട്ടും ഇതാ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. കാരണം ഇന്നലെ നമ്മൾക്ക് പറഞ്ഞിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും തെരച്ചിൽ അവർ നടത്തുന്നത്. പ്രത്യേകിച്ച് ആ മേഖലയിൽ അവർക്ക് സിഗ്നൽ ലഭിച്ചിരുന്നു. സോണാർ പരിശോധനയിലും അതോടൊപ്പം തന്നെ റഡാർ പരിശോധനയിലും ഒരേ സ്ഥലത്താണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, പിന്നാലെ വരുന്നത് സ്കൂബ ടീമാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഇന്ന് പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്താനുള്ള ഒരു നീക്കത്തിലേക്കാണ് അവർ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും NDRFിൻ്റെ 2 രക്ഷാ ബോട്ടുകളും അതോടൊപ്പം തന്നെ സ്കൂബ ടീമിൻ്റെ ഒരു ബോട്ടുമാണ് ഇപ്പോൾ ഈ നദിയിൽ പരിശോധന നടത്തുന്നത്. ഏതാണ്ട് 8:35 കൂടി തന്നെ ഇവർ ഈ നദിയിലെ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. 9 മണിയോടുകൂടിയായിരിക്കും പരിശോധന നടത്തുക എന്നാണ് നേരത്തെ അറിയിച്ചത്. പക്ഷേ ഏതായാലും ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. നേരത്തെ കനത്ത മഴ പെയ്തിരുന്നു, അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ നേരത്തെ 8 മണിക്കൊക്കെ തുടങ്ങാൻ അവർ തയ്യാറായി നിൽക്കുന്നത് നമ്മൾ കാണാമായിരുന്നു. പക്ഷേ അവർക്ക് നദിയിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ നദിയിലേക്ക് ഇറങ്ങുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ കൃത്യമായി കാണാം. നേരത്തെ സ്പോട്ട് ചെയ്തിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് അവർ പരിശോധന നടത്തുന്നത്. ഒരു ടീം മുകളിലോട്ട് പോയിട്ട് അവിടുന്ന് താഴോട്ട് വരുന്നു. കാരണം ഇപ്പോൾ മണ്ണ് ഇടിഞ്ഞിരിക്കുന്ന നദിക്കരയിലെ ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന തന്നെയാണ് രാവിലെ മുതൽ നടത്തുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആ സിഗ്നൽ അവിടെ കേന്ദ്രീകരിച്ചുള്ള സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ സൂക്ഷ്മമായ പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ ആഴത്തിലിറങ്ങി സ്കൂബ ടീമിന് അവിടെ മുങ്ങിയുള്ള പരിശോധന നടത്താൻ കഴിയുമോ എന്നുള്ള ഒരു പരിശോധന കൂടിയായിരിക്കും ഇപ്പോൾ നടക്കുന്നത്.